ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഗായത്രി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേകും മറ്റ് 4 പെൺകുട്ടികളും കൂടിയിട്ട് ഇന്ന് എന്തായാലും ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. അതിനുശേഷം തന്നെ അവൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ആ ഒരു ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ശിവയാണെങ്കിലോ MGK മീഡിയ എന്തായാലും ലൈവായിട്ട് തന്നെ കൊടുക്കണം, എന്നാലുള്ളൂ ആ ഒരു പെൺകുട്ടിയുടെ നിരപരാധിത്വം എല്ലാവരുടെ മുന്നിലും തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അഞ്ജുനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, ആ ഒരു പെൺകുട്ടിയുടെ മുഖം ഈ ഫ്രെയിമിൽ കിട്ടാതെ തന്നെ നോക്കണം, മാക്സിമം ഞാനും നോക്കിക്കോളാം അഞ്ജു എന്ന രീതിയിൽ ശിവയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ആ ഓരോ കുറ്റവാളികളെ എന്തായാലും അടിച്ചൊതുക്കാനായിട്ട് വിവേകും അതുപോലെ തന്നെ എല്ലാവരും കൂടി തീരുമാനിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വടിയൊക്കെ എടുത്തിട്ട് എല്ലാവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ, ഇതൊക്കെ വേണം, എന്തായാലും ഒരടി ഇവിടെ നടക്കുമെന്ന് അഭിയും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ആ ഒരു ഡോറ് മുട്ടണ സമയത്ത് തന്നെ അവിടെ ഗുണ്ടകളെല്ലാം തന്നെ അകത്തുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിലോ അവർ ക്രൂരമായിട്ട് തന്നെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ആ ഒരു ഡെലിവറി ഗേളാണ്, അവളാണെങ്കിലോ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വന്നിട്ടുണ്ട് ഇവളെ രക്ഷിക്കാനായിട്ട്. എന്തായാലും നമ്മൾ പിടിക്കപ്പെടും എന്ന് ഉറപ്പാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാക്ക് വഴി വാതിൽ വഴി നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയുന്നു ഇവളെയും കൂട്ടിയിട്ട്. പക്ഷെ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ, മേലാൽ ഞങ്ങളിവിടെ നിന്നെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഒരു മനുഷ്യനോടും തുറന്ന് പറഞ്ഞേക്കരുത്, പറഞ്ഞാൽ നിൻ്റെ അവസാനമായിരിക്കും എന്നും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ആ ഒരു കുട്ടിയെ വിളിച്ചിട്ട് അവർ പുറത്തേക്ക് കൊണ്ടു. ആ സമയത്ത് വിവേകായ അവരെ കാണുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു അടി നടക്കുന്നുണ്ട് കൂട്ടത്തിൽ. ആ അവർ 4 പേരും കൂടി എല്ലാവരെയും തല്ലി ചതയ്ക്കുന്നുണ്ട് കേട്ടോ. ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് നോക്കുന്നു. ശിവയാണെങ്കിലോ ഇതെല്ലാം തന്നെ ലൈവിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിക്കുന്ന സമയത്ത് തന്നെ വർഷയ്ക്ക് ഒരു അടി കൊണ്ട് വർഷ താഴെ വീഴുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ പോലീസുകാരെല്ലാവരും വന്നിട്ട് ആ ഗുണ്ടകളൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരാൾ അവിടെ രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നല്ലൊരു പരിക്ക് വർഷയ്ക്ക് തട്ടുന്നുണ്ട്. എനിക്ക് കൈ വേദനിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ മീഡിയയിലാണെങ്കിലോ എല്ലാം തന്നെ കവർ ചെയ്തു. ശിവയ്ക്ക് സന്തോഷമായി. പക്ഷേ ഇവളുടെ വേദന കാണുമ്പോഴത്തേനും, എന്താടോ, എന്ത് പറ്റി നിനക്കെന്ന് അഭി ചോദിക്കുന്നുണ്ട്. ഇനി നല്ല വേദനയുണ്ട്, അത് മാറിക്കോളൂടോ, ചെറുതായിട്ട് എവിടെയും തട്ടിയടിച്ച് ഇരുതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അഞ്ചു ആണെങ്കിൽ ഇതത് നിസ്സാരമായിട്ട് കാണണ്ട, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ കാർ എടുക്കാമെന്നും വിവേക് പറയുന്നുണ്ട്, ഞാൻ അവളെ കൊണ്ടുപോകാം, നിങ്ങളെല്ലാവരും സ്റ്റേഷനിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ വീട്ടിൽ വെച്ചിട്ട് തന്നെ വസുന്ധരയാണെങ്കിലോ ഇതെല്ലാം തന്നെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മല്ലിക അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ മാഡം, അടിപൊളിയായിട്ടുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾ വളരെയധികം നല്ല രീതിയിൽ തന്നെ അവിടെ ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് നോക്കി. എൻ്റെ കുട്ടികളെക്കുറിച്ച് നിനക്കിപ്പോൾ വലിയ അഭിപ്രായമായല്ലോ മല്ലികേ, ആദ്യം നിനക്ക് അവരെ അത്ര ഇഷ്ടമായിരുന്നില്ലല്ലോ. ആദ്യം അങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പം അവർ പുലിക്കുട്ടികളല്ലേ മാഡം എന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇവർ വരുമ്പോൾ നല്ലൊരു സ്വീകരണം കൊടുക്കണം നമുക്ക്, എന്നാൽ ഞാൻ നല്ല സ്വീറ്റ്സ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതായിക്കോട്ടെ, പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ട് മാഡം, ആ ഒരു കുട്ടി എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ പെട്ടത്? അത് ഞാനൊരു കാര്യം പറയാം, എല്ലാ രക്ഷിതാക്കൾക്കും ഇതൊരു മാതൃകയാവണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയതാണ്, വീട്ടുകാർ വഴക്ക് പറഞ്ഞതിന് ശേഷം. അങ്ങനെ ഇറങ്ങിപ്പോയ സമയത്ത് അവിടെ വഴിയിൽ വെച്ച് നൈറ്റിൽ ഇവരവളെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ആ കുട്ടി ആ റൂമിനകത്ത് ഇട്ടു. പക്ഷേ വർഷ അവളെ കണ്ടതോടുകൂടി ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചെന്ന് പറയുന്നുണ്ട്. വർഷം നല്ല മിടുക്കിയാണ്. പക്ഷേ വർഷയ്ക്ക് അവരെ ആക്രമിക്കുന്നതിലൊടുവിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്, എന്തായോ എന്നറിയില്ല. ഞാൻ എന്തായാലും വിവേകിനെ വിളിക്കട്ടെ, നീ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ മല്ലികയോടും പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഫ്രാക്ചർ ആയിട്ടുണ്ട്. ഇതിന് ശേഷം തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, 2 ആഴ്ച നല്ല രീതിയിൽ റെസ്റ്റ് വേണം, കൈയൊന്നും അനക്കാനായിട്ട് പാടില്ല. അങ്ങനെ റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ കൂടുതൽ വഷളാവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വൈഫിനെ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നും ഡോക്ടർ പറയുന്നുണ്ട്. വിവേക് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇപ്പം തന്നെ കൊണ്ടുപോകാം. വർഷ തിരിച്ചും, എനിക്ക് ഇയാൾ ആരാ, ഇയാൾ എൻ്റെ ഹസ്ബൻഡൊന്നും അല്ലാന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ ഹസ്ബൻഡ് ആവുമല്ലോ, എന്നാൽ പിന്നെ വുഡ് ബി വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പൊക്കോളൂ, ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ വിവേക് പറയുന്നുണ്ട്, എൻ്റെ ചക്കരക്കൂട്ടി എണ്ണീറ്റ്, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആരാടോ, അങ്ങോട്ട് മാറി നിൽക്കടോ എന്ന് പറയുന്നുണ്ട്. കൈ വേദനിക്കും, വെറുതെ എന്നോട് വാശി പിടിക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഡോക്ടർ പറയുന്ന കേട്ടില്ലേ, എൻ്റെ വൈഫാണെന്നുള്ളത്, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞില്ലേ, ഉടനെ തന്നെ വൈഫാവും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ആ പൂതി എൻ്റെ തൻ്റെ മനസ്സിലിരുന്നാൽ മതിയടോ, അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ചോളാം.
എന്നാലും നീ എൻ്റെ ഭാര്യ തന്നെ ആവുമെന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ രണ്ടാം ജന്മം ജനിക്കേണ്ടി വരും. രണ്ടാം ജന്മമോ? അപ്പോഴേക്കിനും എനിക്ക് വയസ്സാവില്ലേ എന്ന് പറയുന്നുണ്ട്. താൻ പോടൂ. എന്തായാലും നീ ഒന്ന് പതുക്കെ എണീറ്റ് വന്നേ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് വർഷ താനെ നടന്നു പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ ഓഫീസിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ മാഡത്തിനെ കണ്ടിട്ട് കൂടുതൽ സംസാരിക്കുക കേട്ടോ ശിവ ചെയ്യുന്നത്. ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേനും ആ കുട്ടിയുടെ സംസാരം കേൾക്കുമ്പോഴത്തേനും അത് ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആ കുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായത്. ഇനി ആ കുട്ടിയെ വൈദ്യപരിശോധന നടത്തണം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ശിവയല്ലേ NGK മീഡിയ നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. ശിവയെ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. കുറേ ഇൻ്റർവ്യൂവിൽ മേഡത്തിനെ ഞാനും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അഭിയോ അങ്ങനെ എല്ലാവരുടെയും ജോലി കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് എല്ലാവർക്കും MGK മീഡിയയിൽ വർക്ക് ചെയ്താൽ പോരെ, ഞങ്ങൾ കൂടുതൽ ഫണ്ട് ഇറക്കി അതൊന്ന് വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മേഡം. നല്ല ഒരു ഐഡിയ. പക്ഷേ ഇതിനെല്ലാം പുറകിൽ ഞങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള വർഷയാണ്. ആ കുട്ടി എവിടെ? ആ കുട്ടിക്ക് പരിക്കേറ്റു, അവളിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഓ എന്തായാലും നന്നായി, ആ കുട്ടി വന്നിട്ട് എന്നെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ വിവേനെയും കൂട്ടി വരുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി അവിടെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. കൂടെ അവളുടെ അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ. മോളെ നീ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇനി അവളെ ഓർത്തിട്ട് ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വർഷ വരുമ്പോൾ ഓടി ചെല്ലുന്നുണ്ട്. ചേച്ചി എന്നെ രക്ഷപ്പെടുത്തില്ലെങ്കിൽ അവരെന്നെ കൊന്നു കളഞ്ഞേനെ എന്ന് പറയുന്നുണ്ട്. ഈ ചേച്ചിയാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറയുന്നു കേട്ടോ. നന്ദിയുണ്ട് മോളെ, ഞങ്ങളുടെ ജീവനാണ് മോള് ഞങ്ങൾക്ക് തിരിച്ചു തന്നതെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരികളും പിന്നെ ഇദ്ദേഹവും ചേർന്നിട്ടാണ് ഈ കുട്ടിയെ രക്ഷിച്ചത് എന്ന് പറഞ്ഞ് ഞാനൊരു നിമിത്തം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ സാറിനും ഒരുപാട് നന്ദിയുണ്ട്, ഞങ്ങളുടെ മോളെ രക്ഷിച്ചല്ലോ. അങ്ങനെ പിന്നീട് വർഷയോട് വിവേക് പറയുന്നുണ്ട് അദ്ദേഹവും അപ്പം മര്യാദയ്ക്ക് വിളിക്കാനൊക്കെ അറിയാം നിനക്കെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്താ ഇവരുടെ മുന്നിൽ വെച്ച് വെക്കേണ്ടേ, കാട്ടുമാക്കാനെന്നോ? മിണ്ടാതിരിക്കുകയായിരിക്കും എനിക്ക് നല്ലതെന്ന് വിവേകിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് അയ്യോ കയ്യിന് എന്ത് പറ്റി? ഓ 2 ആഴ്ചത്തേക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്നു. മാഡം നിന്നെ കാണാനായിട്ട് നിൽക്കുന്നുണ്ട്. അയ്യോ എന്തിനാണാവോ പിടിച്ചകത്തിടാൻ എന്ന രീതിയിൽ വിവേകം പറയുന്നുണ്ട്. എടോ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ പൂച്ചെണ്ട് കിട്ടിയിട്ട് നിൽക്കുവാണ്, തന്നെ ഒന്ന് കാണണം, അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത്. അങ്ങനെ ദൃഷ്ടിദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട് മല്ലിക പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് വസുന്ധര അവർക്ക് ആരതിയൊക്കെ ഒഴിയുന്നുണ്ട് കേട്ടോ. മമ്മിക്ക് എന്താ വട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് വിവേക്. ഇതൊക്കെ വേണോടാ, എൻ്റെ മക്കൾക്ക് കണ്ണ് തട്ടിയിട്ടുണ്ടാവും, എത്ര പേരാ നിങ്ങളെ കണ്ടത് എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അകത്തേക്ക് കയറി വായോ എന്ന് പറയുന്നു. മോളുടെ ഒരു ധൈര്യം സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മല്ലികയോട് അഭി പറയുന്നുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് അവസാനം എനിക്ക് തന്നാൽ മതി. അപ്പോൾ അഭി എന്താ ഇങ്ങനെ പറയുന്നത്? അതിനുശേഷം തന്നെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ആ പാത്രം അടക്കം അഭി വാങ്ങി കഴിക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. അഭി പപ്പ എനിക്ക് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരെണ്ണം തരാം, ആ മുക്കിലിരുന്ന് അങ്ങാണ്ട് കഴിച്ചോ, ഇനി എന്നോട് ചോദിക്കരുതെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുന്ന ഒരു നിമിഷമാണ്. പെട്ടെന്ന് തന്നെ വർഷയ്ക്ക് ആ പ്രത്യേക കോള് വരുന്നുണ്ട് കേട്ടോ. വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അമ്മയുടെയും അനിയത്തിയുടെയും ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങണം, അത് പെട്ടെന്ന് തന്നെ കൊടുക്കണം, എന്നാലാണ് നഷ്ടപരിഹാരം കിട്ടുള്ളൂ. നാളെ പെട്ടെന്ന് തന്നെ വർഷ വന്നത് വാങ്ങിക്കണമെന്ന് പറയുന്നത് നാളെ അവസാന തീയതിയാണെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന വർഷ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് എൻ്റെ അനിയത്തിയുടെയും അമ്മയുടെയും നഷ്ടപരിഹാരം, അതായത് അവരുടെ ജീവനുള്ള വില എനിക്ക് തരാമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നു. മോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും കാണണ്ട, കാരണം അത് നിനക്കുള്ള കരുതലാണ് മരിച്ചു പോയവരുടെ. തീർച്ചയായും മോൾ വാങ്ങുകയും വേണം. നാളെ മോൾ വയനാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ഇവൾ കൈവച്ച് എങ്ങനെ പോവാൻ ആൻറ്റി എന്ന് പറയുന്നുണ്ട്. വിവേക് നീ അവളെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയുന്നു. ശരി മമ്മി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാനും കൂടി വരാമെന്ന് ശിവയും. അപ്പോഴത്തേനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ശിവ വരണ്ട. അതെന്താ വിവേക് നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ വരുന്ന എന്താ കുഴപ്പം? ശിവയ്ക്ക് ഇവിടെ പ്രധാനപ്പെട്ട ന്യൂസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവില്ലേ, അതാണ്. അതെൻ്റെ ഫ്രണ്ട്സ് ഇവിടെ തന്നെ ഉണ്ട്, പിന്നെ ഇപ്പം എന്താ എനിക്ക്, ഞാൻ വരുന്നുണ്ട് നാളെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശിവമോളും വന്നോട്ടെ, നിങ്ങൾ 3 പേരും കൂടി പോയിട്ട് വായോ എന്ന് പറയുന്നു. വിവേകിന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. വർഷയും കൂട്ടിയിട്ട് വയനാട്ടിൽ പോവല്ലേ. അതിനുശേഷം തന്നെ മല്ലിക വന്നിട്ട് വിവേകിനോട് പറയുന്നുണ്ട്, സ്വീറ്റ്സ് 3 പേരും കൂടി നല്ല കാര്യത്തിന് പോകുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ആ എന്നാൽ പിന്നെ ഞാനും വർഷയും പോവാം, ഒരാണും പെണ്ണും പോകുന്നത് തീരെ ശരിയല്ല. എന്നൊരു കാര്യം ചെയ്യും, ഒരു ബസ് നിറച്ച ആളുകാരെ നിങ്ങളെല്ലാവരും വിളിച്ചിട്ട് അങ്ങ് പോവാം, ഒരു യാത്ര, അതായത് ടൂർ പോലെ. എന്താ കൈ പറയുന്നത്? ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോന്നു. അങ്ങനെ വസുന്ധര ശിവയെ വിളിക്കുന്നുണ്ട്. മോളെ അവിടെ നിൽക്ക്, ഞാൻ എന്തിനാണ് മോളെ വിളിച്ചതെന്നറിയോ? എന്നുവെച്ചാൽ വിവേകുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം.
അത് പറ്റുമോ ആൻറ്റി? കാരണം വിവേകിന് നാളെ ഞാൻ അവൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞതേ ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ അവൻ്റെ ഇഷ്ടക്കേടൊക്കെ മോള് മാറ്റണം, മനസ്സിലായോ? ഈ യാത്ര നിങ്ങൾക്കൊരു തുടക്കമാവട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക് എല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രണ്ടുപേരുടെ പ്ലാനിങ് ഞാൻ നടത്തി തരാമെന്നും വിവേക് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടക്കാട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.